ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് യുദ്ധവും ദേശീയപാത 66 വികസനം. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. അപ്പോൾ ഈ ഗൾഫ് യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞു തരാണ്. നമ്മളെ പഴയ കോവിഡാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. പഴയ കോവിഡ് വന്ന സമയത്ത് ചൈനയിൽ ഈ സംഭവം പടർന്ന് പന്തുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മൊബൈലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ചൈനയിൽ ഓരോ ആൾക്കാർ മരണപ്പെടുന്നത്. അപ്പം നമ്മളിങ്ങനെ വിചാരിച്ചു, ചൈന എവിടെ കിടക്കുന്നു, കേരളം എവിടെ കിടക്കുന്നു, കേരളത്തിൽ എത്തൂലെന്ന് ചോദിച്ചു. പക്ഷേ കേരളത്തിലും അതിൻ്റെ പ്രതിഫലനം വളരെ വേഗത്തിലുണ്ടായി. അത് നമ്മുടെ നാട്ടിലെ ഓരോ ഗ്രാമങ്ങളിൽ വരെ എത്തി തുടങ്ങി. അതേമാതിരി തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഗൾഫ് യുദ്ധം നമ്മൾ ആദ്യം കണ്ട സമയത്ത് നമ്മൾ വിചാരിച്ചു അത് അവിടെയല്ലേ നടക്കുന്നത്, നമുക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അതിപ്പോൾ നമ്മൾ അടുക്കള വരെ എത്തി, ഓരോ വീടിൻ്റെ അടുക്കളയിൽ എത്തി. മെയിനായിട്ടുള്ള സംബന്ധിച്ച് കഴിഞ്ഞാൽ ഗ്യാസാണ്, പാചകത്തിന് ഗ്യാസ്. ഇപ്പോൾ ഓരോ ഹോട്ടലുകൾ പൂട്ടി തുടങ്ങി. അങ്ങനെ കുറേ മേഖലകൾ ഇപ്പം ഇതുമായി അനുബന്ധപ്പെട്ടുള്ള അടച്ചു പൂട്ടി തുടങ്ങിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇപ്പം ഉടനെ പെട്രോളിയം മേഖലയ്ക്ക് എത്തി തുടങ്ങും കേട്ടോ. അപ്പം പക്ഷേ എന്നാലും കുറച്ച് മാറ്റം വരുന്നുണ്ട്. നമ്മളെ LPG കയറ്റി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കപ്പലുകളൊക്കെ വരുന്നുണ്ട് ഇന്ത്യയിലേക്ക്. അപ്പോൾ അതൊക്കെ കുറച്ചൊരു ശാശ്വത പരിഹാരമാവുമെന്ന് വിചാരിക്കാം. പക്ഷെ എന്നാലും വലിയൊരു പരിഹാരം ഇതൊന്നും ആവില്ല. അപ്പോൾ ഈ സംഭവം നമ്മളെ കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചറിനെയും അതുപോലെ തന്നെ നമ്മളെ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിൽ തന്നെ ബാധിച്ചുകൊണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ദേശീയപാത 66 വികസനം നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുക. ദേശീയപാത മാത്രമല്ല, മലയോര ഹൈവേ അതുപോലെ നിരാശപാതയൊക്കെ വളരെയധികം വേഗതയിൽ തന്നെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ മെയിനായിട്ടൊരു സംഭവം ഇന്ധനം ഇതിൻ്റെ മെയിൻ അടിസ്ഥാനപരമായ കാര്യം. കാരണം ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഇഷ്ടംപോലെ ഡീസലൊക്കെ ആവശ്യം വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്യാസും ആവശ്യം വരുന്നുണ്ട്. പല പ്ലാന്റുകളിലും ഡീസൽ ഉപയോഗിക്കുന്നുണ്ട്, കാരണം അവരുടെ മിഷനറി പ്രവർത്തിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ റോഡിൻ്റെ നിർമ്മാണത്തിനാണ് തന്നെ പാവിങ് മിഷന്, റോഡ് റോളർ, ക്രെയിനുകൾ, ക്രോളർ ക്രെയിന്, ബോക്സ് ക്രെയിന്, ട്രക്ക് ക്രെയിൻ എന്ന് പറഞ്ഞ കുറേ സംവിധാനം, ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഡീസൽ കൊണ്ടാണ്. അപ്പോൾ ഇപ്പം കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ക്ഷാമം അതിരൂക്ഷമായി കഴിഞ്ഞാൽ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഭാഗികമായി നിർത്തേണ്ടി വരും. കാരണം ഒരു പരിധി വരെ ഇവർക്ക് ഇതിന്റെ സ്റ്റോറേജ് ഉള്ളൂ. ഇപ്പോൾ KNRCയിലാണെങ്കിൽ തന്നെ, വാഗാടാണെങ്കിൽ തന്നെ, മേഘയാണെങ്കിൽ ഇവർക്കൊക്കെ ഓരോ പെട്രോൾ ടാങ്കുകളുണ്ട്. ആ പെട്രോൾ ടാങ്ക് ഉപയോഗിച്ചിട്ടാണ് പല സ്ഥലത്തും ചെന്നിട്ട് ഇവരുടെ മിഷനുകൾ റീഫിൽ ചെയ്യുന്നത്. അതൊക്കെ ഞാൻ പല വീഡിയോസിലും കാണിച്ചതാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം രൂക്ഷമാവുകയാണെങ്കിൽ തന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പല കാര്യങ്ങളും പല സ്ഥലത്തും നിർത്തിവെക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നമ്മളെ മുൻകൂട്ടി കാണുന്ന ഓരോ കാര്യങ്ങൾ. കാരണം യുദ്ധം ഇങ്ങനെ കൂടുതലായിട്ട് രൂക്ഷമാവുകയാണെങ്കിൽ ഇതൊക്കെ ഓരോ മേഖലയും ബാധിക്കണം. നമുക്കടക്കം നമുക്ക് ബാധിച്ചോണം. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, വീടുകളിൽ തന്നെ ഇത് ബാധിച്ചോണം. ഹോട്ടൽ മേഖല പൂട്ടിക്കൊണ്ടിരിക്കുന്നു, ക്യാൻറ്റീനുകൾ പൂട്ടുന്നു, ഇങ്ങനത്തെ ഓരോ മേഖല. അപ്പം ഓരോ നിർമ്മാണ കമ്പനികൾക്കും അവരുടേതായ ക്യാൻറ്റീനുകൾ ഉണ്ടാവും, അവിടെയൊക്കെ ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു രൂക്ഷം വരുന്ന സമയത്ത് നിർമ്മാണ തൊഴിലാളികളും പലരും നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മളെ നിർമ്മാണ മേഖലയൊക്കെ ഇത് വളരെയധികം ബാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ എഴുതുക. എത്രത്തോളം നമ്മുടെ ഈ യുദ്ധം വേഗം അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.